ഉദ്ദീൻ അൽ ഫറാഹി 1863 ജനിച്ചു. 1930 മരിച്ചു. അബ്ദുൽ ഹൈ അൽ ഹസനി 1923 മരിക്കുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ആദ്യം അബ്ദുൽ ഹൈ അൽ ഹസനി മരിച്ചതിനു ശേഷമാണ് 7 വർഷം കഴിഞ്ഞിട്ടാണ് അബ്ദുൽ ഹമീദ് ഫറാഹി മരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇദ്ദേഹം ഉത്തർപ്രദേശിലെ ആഗ്ലം ഖറ ഫരീഹ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. മരിക്കുന്നത് മധുര എന്ന് പറയുന്ന സ്ഥലത്താണ്. അഹമ്മദ് അല രാജ് എന്നവരുടെ അടുക്കൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി. അറബി ഭാഷ പഠിച്ചത് ഷിബിൽ നൊമാനി എന്നവരുടെ അടുക്കൽ നിന്നാണ്. വലിയ പണ്ഡിതനാണ്. ലക്നൗവിൽ പോവുകയാണ്. പിന്നീട് ഷെയ്ഖ് അബ്ദുൽ ഹയ്യിൽ കന്നൂജ് ലക്നൗ എന്നിവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. പിന്നീട് ലാഹോറിലേക്ക് പോകുന്നു. ഫൈദുൽ ഹസൻ സഹാറൻപൂരിയെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. അലിഗറിലേക്ക് പോകുന്നു. ഇംഗ്ലീഷ്, ഹീബ്രു ഭാഷകൾ പഠിക്കുന്നു. തൻ്റെ ഓറിയൻ്റലിസ്റ്റായ തോമസ് അർണോൾഡിൽ നിന്ന് ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ലൈസൻസ് കിട്ടി. അറബി, ഫാരിസി തുടങ്ങിയ കറാച്ചി മദ്രസയിൽ നിന്ന് അദ്ദേഹം അവിടെ മുദരിസാവുകയാണ്. ഈ ഭാഷയിലൊക്കെ 9 വർഷം. എത്ര വർഷ എന്ന് പലരും ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. അപ്പോൾ 9 വർഷം എന്ന് നോക്കി വെക്കുക. മദ്രസത്ത് കറാച്ചിയിൽ ഫാരിസി അറബി ഭാഷയുടെ മുദരിസായി 1897 ജോലി ചെയ്യുന്നത്. 9 വർഷം. പിന്നെ അലഹബാദിലേക്ക് പോകുന്നുണ്ട്. അവിടെയും അറബി ഭാഷയുടെ ഉസ്താദായിട്ടാണ്. മദ്രസത്തുൽ ഇസ്ലാഹ് അദ്ദേഹം സ്ഥാപിച്ചു. ഫൽസഫ നിലാമുൽ ഖുർആൻ്റെ വാദി ആണ്. ജാഹിലിയ ശൈലിയിൽ കവിത ഉണ്ടാക്കുന്ന ആളാണ്. ബഹ്റുൽ മആനി, ബദാഇഉൽ ബയാൻ, ഐനുൽ മആനി, ഫതഹുൽ മആനി അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഗ്രന്ഥങ്ങളാണ്. ഉജൂഹി ഇജാസുൽ ഖുർആൻ, ജംഹറത്തുൽ ബലാഅത്തുൽ ഖുർആൻ ഇത് ഗ്രന്ഥങ്ങളാണ്. മറ്റു ഗ്രന്ഥങ്ങൾ ഇതാണ് ചോദിക്കാറുള്ളത്. തഫ്സീറു നിലാമുൽ ഖുർആൻ, മുഫ്രദാത്തുൽ ഖുർആൻ, തുഹഫത്തുൽ ഇറാബ്, ഫാത്തിഹത്തു നിലാമുൽ ഖുർആൻ, മുഫ്രദാത്തുൽ ഖുർആൻ, അസാലീബുൽ ഖുർആൻ, അർ-റഅയു സ്വഹീഹ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതിലും നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകളാണ്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ട പഠനമാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തഫ്സീറിൻ്റെ ഖുർആൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ തുടങ്ങുന്നത് തഫ്സീറുകളെ കേന്ദ്രീകരിച്ചാണ്. തക്മീൽ ഫി ഉസൂലി തഅവീൽ എന്ന ഗ്രന്ഥം മൂപ്പർക്കുണ്ട്. നിലാമുൽ ഖുർആന് പ്രധാനപ്പെട്ടത്. ഇനി ചോദ്യം, മുഫ്രദാത്തുൽ ഖുർആന് ദലായിലുൻ നിലാം ആരുടെ ഗ്രന്ഥങ്ങളാകുന്നു? അപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. ഹമീദുദ്ദീൻ ഫറാഹി. ഷഅല ഹമീദ് മൻസബ് ഉസ്താദ് അറബിയ, അറബി ഭാഷയുടെ ഉസ്താദായത് എവിടെ? അലിഗറിൽ വെച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞു. അവിടെ വെച്ചിട്ട് യൂസുഫ് ഹർവീസിൽ നിന്ന് ഒരുപാട് അറബി ഭാഷകൾ അവിടെ വെച്ച് പഠിച്ചു. ഇബ്രു ഭാഷയാണ് അവിടെ വെച്ച് പഠിച്ചത്. തൻ്റെ ഓറിയൻ്റലിസ്റ്റ് യൂസുഫ് ഹാർണോൾഡിൽ നിന്ന് ഇബ്രു ഭാഷയാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹം അറബി ഭാഷയും പഠിച്ചു. ദറസ ഹുനാക്ക അവിടെ പഠിച്ചു. അൽ അബ്രിയ ഇബ്രു ഭാഷ മിൻ ജമീലിൻ മുസ്തശ്രിഖ് ഓറിയൻ്റലിസ്റ്റായ യൂസുഫ് ഹാർവീസിൽ നിന്ന്
വദറസ മിൻഹു അദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹം അറബി ഭാഷയും പഠിച്ചു. ഓക്കെ, അങ്ങനെ നോക്കണം കേട്ടോ. തെറ്റ് താഴെ തന്നിരിക്കുന്ന തെറ്റ് കണ്ടുപിടിക്കുക. ഹമീദുദ്ദീൻ ഫറാഹിൻ്റെതല്ല ജിൻസുൽ ആലി. ജിൻസുൽ ആലി ഫദുൽ ഹക്ക് ഹൈറാബാദിയുടേതാണ്. ബാക്കിയുള്ളതൊക്കെ ശരിയാകുന്നു. ഹമീദുദ്ദീൻ ഫറായുടെ ഗ്രന്ഥങ്ങൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഫി ദിലാലിൽ ഖുർആൻ, നിലാമുൽ ഖുർആൻ, അതുപോലെ ഫി ബയാനുൽ ഖുർആൻ. ഇതിൽ ഏതാണ് നിലാമുൽ ഖുർആൻ ഫി തഅവീലുൽ ഖുർആൻ ബിൽ ഖുർആൻ? ആൻസർ ബി ആണ്. നിലാമുൽ ഖുർആൻ, നിലാമുൽ ഫുർഖാൻ തഅവീലുൽ ഖുർആൻ ബിൽ ഖുർആൻ. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, ഖുർആനുള്ളതൊന്നും മൂപ്പരിലേക്ക് പെട്ടെന്ന് എഴുതരുത്. ശ്രദ്ധിക്കാൻ. നിലാമുൽ ഫുർഖാനാണ് ഹമീദുദ്ദീൻ ഫറാഹിയുടെ ഗ്രന്ഥം. ശുക്രൻ ഇസ്തിമാഅക്കും.